ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചുണ്ടിൽ വരുന്ന പിഗ്മെന്റേഷൻ എങ്ങനെ കുറക്കാം എന്നതാണ്. പണ്ട് കാലത്ത് ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും ഒരു +1 +2 കോളേജ് കാലഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ലൈറ്റ് ഷെയ്ഡെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് എന്തായാലും പിഗ്മെന്റഡ് ആവും. അപ്പൊ ഇങ്ങനെ പിഗ്മെന്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ട് ആകെ കറുത്തതുപോലെ തോന്നിക്കും. അപ്പൊ ഇങ്ങനെ കറുത്തതുപോലെ തോന്നിക്കാതിരിക്കാനും ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യാം. ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് പിഗ്മെന്റേഷൻ കുറക്കാൻ കഴിയും. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് നിലവാരമുള്ളതായിരിക്കണം. കാരണം നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ തന്നെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വില കുറഞ്ഞ ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ ചുണ്ടിനെ കൂടുതലായിട്ട് പിഗ്മെന്റഡ് ആക്കാനും നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള, അതായത് കുറച്ച് റേറ്റ് കൂടുതലുള്ള ലിപ്സ്റ്റിക്കുകൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാം. നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം നമ്മുടെ ചുണ്ടില് അത് അങ്ങനെ തന്നെ കിടക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിന് കൂടുതൽ പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടാനും നമ്മൾ അത് ചുണ്ടിൽ നിന്നും റിമൂവ് ചെയ്യുന്ന സമയത്ത് ചുണ്ടിന് ഒരുപാട് ഡാമേജുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ലോങ് ലാസ്റ്റിംഗ് ആയ ലിപ്സ്റ്റിക് തന്നെ വേണം എന്ന് തോന്നുന്ന സാഹചര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. അല്ലാത്തപ്പോൾ നമ്മൾ ഒരു 3-4 മണിക്കൂറുകൾ മാത്രം നമ്മുടെ ചുണ്ടിൽ നിൽക്കുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉരയ്ക്കും. അപ്പൊ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിന്റെ സ്കിന്നൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ടവൽ എടുത്തിട്ട് നമ്മുടെ ചുണ്ടിനെ ക്ലീൻ ചെയ്യുന്നതിന് പകരം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചുണ്ടിലുള്ള ലിപ്സ്റ്റിക്കുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം തന്നെ മാറിക്കിട്ടും. ഈ വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചുണ്ടിന് കൂടുതൽ ഹൈഡ്രേറ്റഡ് ആയി കിടക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നമുക്ക് നല്ലൊരു ലിപ്സ്റ്റിക് റിമൂവർ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഡെയിലി നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് ചുണ്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ചുണ്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബേബി ബ്രഷ് ഉപയോഗിച്ചിട്ടും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിന്റെ ഡെഡായി കിടക്കുന്ന സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ മാക്സിമം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് കുറക്കാതിരിക്കുക. അപ്പൊ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആവും. നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുണ്ടും ഹൈഡ്രേറ്റഡ് ആവും. അപ്പൊ നമുക്ക് ഈ വിണ്ട് കീറല്, ഡെഡ് സ്കിന്ന്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ മുഖത്ത് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മുഖത്ത്, നമ്മുടെ കയ്യിൽ നമുക്ക് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് SPF ഉള്ള ലിപ്സ്റ്റിക്കുകൾ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളൊരു ലിപ്സ്റ്റിക് ഇടുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചുണ്ടിലിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് അതേപടി മറ്റൊരാൾ ഇടുമ്പോൾ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ബാക്ടീരിയകള്, ഫംഗസുകള് അതൊക്കെ അവരിലേക്ക് എത്താനും അപ്പോൾ അവർക്കും നമ്മളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്താണോ അത് അവർക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ലിപ്സ്റ്റിക് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ, അതായത് ചുണ്ടിൽ ടച്ച് ചെയ്യാതെ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സിൽ ലിപ്സ്റ്റിക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകളാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലാതെ നമ്മൾ നേരിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത്. ഡെയിലി ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചുണ്ടിനെ നമുക്ക് കൂടുതൽ സ്ക്രബ് ചെയ്യാനും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ലിപ് ബാം യൂസ് ചെയ്തും ഒക്കെ നമുക്ക് നമ്മുടെ ചുണ്ടിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്.
അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിയും ചുണ്ടിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.